ആളാണ് ഞങ്ങളുടെ ആശാനാണ്. ഓക്കെ, ആശാൻ പറയും. ഞങ്ങൾ ഒരുമിച്ച് ആരംഭം അറിയത്തില്ല, വന്നാലും പറഞ്ഞോളൂ. ഏത് ഡിപ്പാർട്ട്മെന്റ്? സർവീസ്. ഓക്കെ, പേര് കൃഷ്ണകുമാർ എന്നാണ് പേര്. മൂവാറ്റുപുഴ പ്രോപ്പർ സ്ഥലം കല്ലൂർക്കാടാണ്. അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതായിരിക്കും. എനിക്കങ്ങനെ അറിയത്തില്ല, കാരണം നമ്മളുള്ള സമയത്ത് അല്ല, നിങ്ങൾ സമയത്തില്ല. ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ട്രെയിനിങ് തന്ന ആൾപ്പെട്ട ആൾക്കാരുണ്ട്. 96 കാലഘട്ടത്തിൽ ഉള്ള ആളാണ്. അന്ന് സീനിയേഴ്സ് ആയിരുന്നു. ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതായത് എറണാകുളം ടൂറിസ്റ്റ് ബംഗ്ലാവിലെ മെട്രോപൊളിറ്റൻ ആക്സിൽ പ്രധാന പങ്ക് വഹിച്ച ആൾക്കാർ ഒരാളാണ്. ഓക്കെ, താങ്ക് യു. ഇത് മെട്രോപൊളിറ്റന്റെ മറ്റൊരു ചങ്കാണ്. ചങ്ക് കറക്റ്റ് പറയണം. നമ്മളൊരു ഗ്രൂപ്പ് ആണെന്ന് പറയാം. സിംഗിൾ. എന്റെ പേര് ബിജു മാത്യു. കാര്യം പറ. പഴയ മെട്രോപൊളിറ്റനിൽ സർവീസ് സ്റ്റാഫായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരാണ്. ചങ്ങും കയറലും മാങ്ങയൊക്കെ. ഞാൻ സാജൻ. മെട്രോപൊളിറ്റനിൽ 2007-2008 കാലഘട്ടത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അനിൽ ജി നായരായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടുത്തെ GM. മാനേജ്മെന്റ് ബൈ ഡോക്ടർ ദേവദാസ്. നമ്മളവിടെ ഒരു സ്റ്റാഫ് എന്നതിന് ഉപരി ഞങ്ങളെല്ലാവരും അവിടെ ഒരു കുടുംബമായിരുന്നു. ആ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ, ആ ഒരു ഒത്തൊരുമ ഞങ്ങളിപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി മീറ്റ് നടക്കുകയാണ്. എല്ലാവരെയും കണ്ട് ആ ഒരു പരിചയം പുതുക്കി എല്ലാവരുമായിട്ടും ഒരു സംഭാഷണങ്ങളൊക്കെ നടത്തി ആ നല്ല രീതിയിൽ ആ ഒരു കൂട്ടായ്മ ഇപ്പോഴും, ആ ഒരു കുടുംബബന്ധം ഇപ്പോഴും മുമ്പോട്ട് പോകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ വെയിറ്റ് പറഞ്ഞ, ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് പറ. 10 രൂപ കൊടുത്താൽ മതി. 10 രൂപ. ആ പറ. വേറൊരു ദിലീപിനെ കണ്ടുപിടിച്ചു. വാ. ഞങ്ങൾ രണ്ടുപേരും ദിലീപ്. ഇതിലൊരു ദിലീപ്, ഞാനില്ല ദിലീപ്. ഞങ്ങൾ രണ്ട് ദിലീപ്. വാ, ഓടിവായോ. എങ്ങനെയായിരുന്നു? ഏത് വർഷമായിരുന്നു? ആ പറ. പേര്? എന്റെ പേര് ദിലീപ്, ഇദ്ദേഹത്തിന്റെ പേര് ദിലീപ്. 94 എത്ര വർഷം? ഞാനൊരു 8 മാസം ഉണ്ടായിരുന്നു മെട്രോപൊളിറ്റൻ. ഞാൻ പൂനെക്ക് പഠിക്കാൻ പോയായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ പിന്നെ ഇവരുടെ തന്നെ MTV മട്ടാഞ്ചേരി ടൂറിസ്റ്റ് ബംഗ്ലാവില് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏത് വർഷമായിരുന്നു? 94 ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റ്? ബാറില്. ഓക്കെ. ഇതാരാ ഇത്? ഇത് ഉണ്ണി. Shake.
വേറൊരു ക്യാമറമാൻ. എല്ലാത്തിൻ്റെ അവസ്ഥ നോക്കി ഒരുമാതിരി തീർന്നിരിക്കുകയാണല്ല. വാ, അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു.
ഞാനോട് നീ ഏത് വീട്ടിലാണോ വരാൻ പോകുന്നത്. നോക്കണ്ട സമ്മാനം. കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഭാര്യയും ഭർത്താവും ഏകദേശം കളർക്കോടിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. കൈയടിക്കണ്ട. നോട്ട് ചെയ്തു വന്നപ്പോഴേ അയ്യോ അയ്യോ. അപ്പൊ നമ്മള് ഇതോടുകൂടി മെട്രോമീറ്റ് അവസാനിച്ചിരിക്കുന്നില്ലയോ? ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണ്ടേ? അടുത്ത വർഷം വരെ കാത്തിരിക്കണോ? അടുത്ത വർഷം വരെ കാത്തിരിക്കണോ? ഇതോടുകൂടി മെട്രോമീറ്റ് അവസാനിച്ചു. പ്രസിഡന്റ് സാർ, ഇതോടുകൂടി നമ്മുടെ മെട്രോ ഫാമിലി മീറ്റ് വളരെ ഭംഗിയായിട്ട് പര്യാപ്തി വന്നിരിക്കുകയാണ്. സഹകരിച്ച എല്ലാ കുടുംബങ്ങൾക്കും അങ്ങേയറ്റം നമ്മുടെ കടപ്പാട് അറിയിക്കുകയാണ്. ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ നല്ല രീതിയിലാണ്. കാരണം ഇത് ഓരോ കുടുംബങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. അവരുടെ ഈ ആഘോഷം ഓരോ കുടുംബങ്ങൾ അങ്ങ് ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അവര് അതിൽ വന്നിട്ടുള്ള നമ്മൾ എത്രയോ ദൂരത്തു നിന്ന് വരെ തലേ ദിവസം വരെ ഇവിടെ ആളുകൾ വന്ന് ഞാൻ വന്ന കാര്യം പറ. അതെ, നിങ്ങൾ ദിലീപ് പോലും തലേ ദിവസം തന്നെ ഇവിടെ വന്ന് സെറ്റിലായിരിക്കുകയായിരുന്നു. അതുപോലെ ഒത്തിരി കുടുംബങ്ങൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവരും നമ്മുടെ തുടർന്നുള്ള പരിപാടികളിൽ അങ്ങേയറ്റം സഹകരണം അറിയിച്ചിട്ടുണ്ട്. വാട്സപ്പിലൂടെ മറ്റും അവരുടെ നല്ല രീതിയിലുള്ള സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. Ladies and gentlemen, അതോടുകൂടി മെട്രോപൊളിറ്റൻ മീറ്റ് അവസാനിച്ചിരിക്കുന്നു. എവരിബഡി ഗോ ഔട്ട്. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ.